ഇന്ന് ഞാൻ പാലക്കാടുള്ള കോസ്മോപൊളിഷൻ ക്ലബിൻ്റെ തൊട്ടടുത്തുള്ള എക്സോട്ടിക് ഫർണിച്ചറിൽ കുറച്ച് ഫർണിച്ചേഴ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ഫർണിച്ചേഴ്സ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഡക്ട്സ് ആയിട്ട് തോന്നി, അതുകൊണ്ട് റിപ്പീറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഈ ഈ ഒരു ഫ്ലോറിലാണ് ഇവരുടെ ലിവിങ് റൂം ഫേർണിച്ചേഴ്സ്. ഫുൾ കുഷ്യൻസ് ഇല്ലാത്തത്, പിന്നെ നമ്മുടെ ചന്ദനമഴ ടൈപ്പിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഫേർണിച്ചേഴ്സ് അവിടെ ഉണ്ട്. വെറൈറ്റീസ് എല്ലാ ബഡ്ജറ്റിലും ഉള്ള തരത്തിലുള്ള നല്ല അടിപൊളി കുഷ്യൻസ് പിന്നെ ഫേർണിച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് 2-3 ഫ്ലോർസ് ഉണ്ട്, കൂടാതെ പല പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ഡൈനിങ് ടേബിൾസ് ആണ് കേട്ടോ. ഏത് വിലയിലും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്, ബഡ്ജറ്റ് അൺഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ലോ ലെവൽ മുതൽക്കൊണ്ട് ഹൈ ലെവൽ വരെ ഉള്ളതുണ്ട്. കൂടാതെ ഇങ്ങനത്തെ ദിവാൻസ് വിത്ത് കുഷ്യൻസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ കൂടാതെ ആട്ടുതൊട്ടിൽ, പിന്നെ സ്വിങ്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഷോക്കേസിൽ വെക്കുന്ന നല്ല നല്ല ഷോ പീസസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സെക്ഷനിലെല്ലാം പോയി നോക്കി, കാരണം എനിക്കിതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സെക്ഷൻസ് മാറി മാറി എല്ലാ ഫ്ലോറിലും പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റീസ് ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്. പാലക്കാട് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഇവിടെ ഒന്ന് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഷോ പീസസ് ആണ്. ഇതും കുറേ ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദാ 20 ബെഡ്റൂം സീരീസ് ഫ്രം എക്സോട്ടിക്. അപ്പോൾ ബെഡ്സ് ഉണ്ട്, നല്ല കട്ടിലുകളുണ്ട്, നല്ല അടിപൊളി സ്റ്റഡി ടേബിൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നേരെ പോയത് നൂർജഹാനിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വെജ് മീൽസ്, നോൺ വെജ് മീൽസ് വിത്ത് ഫിഷ് കറി, വെജ് മീൽസിലാണെങ്കിൽ ഇത്രയും വിഭവങ്ങളുണ്ട്. കൂടാതെ കുറച്ച് പായസവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇത് നൂൽപുട്ടിന് പ്രോൺസ് റോസ്റ്റ്, ഇതായിരുന്നു കോംബോ. പക്ഷേ ഇതും എനിക്ക് വേണ്ട. എൻ്റെ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഐറ്റമാണ് മത്തി ഫ്രൈ. എനിക്കിവിടെ വന്നാലും മത്തി ഫ്രൈ നമ്മുടെ നാടൻ ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ മത്തി ഫ്രൈക്ക് ഞാൻ മീൽസ് ഓർഡർ ചെയ്തില്ല. എനിക്ക് അതിൻ്റെ തനിതായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തത് കേർഡ് റൈസാണ്. എൻ്റെ ഫേവറേറ്റ് കേർഡ് റൈസും മത്തി ഫ്രൈയും നല്ലൊരു കോംബോ അല്ലേ. ചിലർ പറയും തൈരും മീനും പോവില്ല എന്ന്, പക്ഷേ ഞാൻ വർഷങ്ങളായി കഴിക്കുന്നതാണ് തൈരും മീനും. തൈരും ചോറും മീൻ ഫ്രൈയും എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതാണ് എൻ്റെ ഇന്നത്തെ കോംബോ. പാലക്കാടിലെ ചൂട് സഹിക്കബിളാണോ അൺസഹിക്കബിളാണോ എന്നുള്ളതൊന്ന് പറയണേ. എനിക്ക് അൺസഹിക്കബിൾ തന്നെയാണ്, ഒരു രക്ഷയും.